ആരോഗ്യപൂർണമായ ഒരു ജീവിതത്തിന് ആരോഗ്യകരമായ ഒരു ദിനചര്യ പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വ്യായാമവും ഭക്ഷണക്രമവും കൊണ്ട് മാത്രം ആ ദിനചര്യ ക്രമപ്പെടുന്നില്ല. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് മതിയായ രീതിയിൽ വിശ്രമവും ഉറക്കവും അത്യന്താപേക്ഷിതമാണ്. ഒരു മനുഷ്യൻ എത്ര മണിക്കൂർ ഉറങ്ങണം എന്നതിനെക്കുറിച്ച് ഏറെപ്പേരും ബോധവാന്മാരാണ്. എന്നാൽ എപ്പോഴെങ്കിലും ഈ ഉറക്കം സാധ്യമായാൽ മതിയോ? പോരാ. എപ്പോഴാണ് ഉറങ്ങേണ്ടത്, എപ്പോൾ ഉണരണം എന്നതിനെക്കുറിച്ച് ആചാര്യന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. രോഗങ്ങളൊഴിഞ്ഞ ഒരു ശരീരം സ്വന്തമാക്കുവാൻ ആരോഗ്യകരമായ ഒരു ദിനചര്യ ഇനി പറയുന്ന വിധത്തിൽ ക്രമീകരിക്കാം. രാവിലെ 4:30 മണിക്ക് ഉറക്കമുണരണം. എഴുന്നേറ്റാൽ ഉടൻ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ചിന്തിക്കണം. അതിനുശേഷം മലവിസർജനം നടത്തണം. പല്ല് തേച്ച് മുഖം വൃത്തിയാക്കണം. പിന്നെ വ്യായാമം ചെയ്യണം. എന്നാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, 5 വയസ്സിന് താഴെയുള്ളവർ, വൃദ്ധന്മാർ ഇവരൊന്നും വ്യായാമം ചെയ്യരുത്. അന്നം കഴിക്കുന്നതിന് നിശ്ചിത സമയം കണ്ടെത്തണം. മിതമായി വേണം ഭക്ഷിക്കാൻ. ധാരാളം വെള്ളം കുടിക്കണം. ദിവസവും 8-10 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടതുണ്ട്. മല്ലിവെള്ളമായാൽ വളരെ നല്ലത്. ആഹാരം കഴിച്ച് വയറ് നിറയുമ്പോൾ ഒരിടത്ത് ചടഞ്ഞുകൂടി ഇരിക്കുകയോ കിടക്കുകയോ അരുത്. മറിച്ച് ലഘുവ്യായാമം ചെയ്യണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പസമയം നടക്കുന്നത് നല്ല വ്യായാമമാണ്. 7 മണിക്ക് മുമ്പ് തന്നെ അത്താഴം കഴിക്കണം. 9 മണിക്ക് തന്നെ ഉറങ്ങണം. ഇത്തരമൊരു ജീവിതശൈലി സ്വീകരിച്ചാൽ രോഗങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും.